കരിമണ്ണൂർ ഹോളി ഫാമിലി എൽ.പി. സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോളി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ അധ്യക്ഷത വഹിച്ചു. നല്ല നിലയിൽ നടക്കണം. അതിന് നല്ല നേതൃത്വ പാഠവുമുള്ളവർ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണം എന്നത് മാത്രമേ ഇവിടുത്തെ മാനേജരായ എനിക്കും ഈ നാട്ടിലെ നല്ലവരായ ആളുകൾക്കും ആഗ്രഹമുള്ളൂ. അക്കാര്യം ഈ പൊതുജന സമക്ഷം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടേറിയറ്റിനെ ഞാൻ അറിയിക്കുകയുമാണ്. ഇക്കാലം അത്രയും ഈ സ്കൂളിന് നേതൃത്വം കൊടുത്തത് ക്ലാരിസ്റ്റ് സന്യാസി സമൂഹത്തിലെ സഹോദരിമാരാണ്. നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അവർ തുടർന്നും ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹോളി ഫാമിലി എൽ.പി. സ്കൂള് ഈ പ്രദേശത്തെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അധ്വാന വർഗത്തിൽപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായ ആളുകളെ അവരുടെ കുട്ടികളുടെ കണ്ണുകൾ തുറപ്പിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തല്ല വിദേശത്ത് പോലും ഈ സ്കൂളിൽ പഠിച്ച ഒത്തിരി കുട്ടികൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ ഈ സ്കൂളിൻ്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. വിവിധ ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ, ഈ കഴിഞ്ഞ ഒരു വർഷം ഈ സ്കൂളിൽ നടന്ന പ്രവർത്തികൾ, പാഠ്യേതര വിഷയങ്ങളിലെ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് വായിച്ച ടീച്ചർ വായിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂള്, പ്രത്യേകിച്ച് നമ്മുടെ മാനേജൻ വളരെയേറെ ശ്രദ്ധിക്കുന്ന. ഉടുമ്പന്നൂർ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തുകളിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ മാർച്ച് 16 മുതൽ 19 വരെ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തൊടുപുഴ നഗരസഭ, മർച്ചന്റ് അസോസിയേഷൻ, ലയൺസ് ക്ലബ്, ട്രാക്ക് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി മർച്ചന്റ് അസോസിയേഷൻ വിതരണം ചെയ്യുന്ന സൗജന്യ സമ്മാന കൂപ്പൺ വിതരണം തുടങ്ങി. ഇതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ടി.ജെ. ജോസഫ് നിർവഹിച്ചു. തൊടുപുഴയിലെ വ്യാപാരികളും അതുപോലെ ലയൺസ് ക്ലബും റെസിഡൻസ് അസോസിയേഷനും നഗരസഭയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ഈ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പല വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. ഇതുപോലെ യോജിച്ചു പോകുന്ന ഒരു പ്രദേശം ഒരുപക്ഷെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകില്ല. അത്രമാത്രം ആലോചിച്ച് എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന് എല്ലാവരുടെയും പിന്തുണ ലഭിച്ചിട്ടുമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ തൊടുപുഴ നഗരസഭയിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ആരംഭം നമ്മൾ കുറിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. വളരെ ഉദാര മനസ്സോടുകൂടി തന്നെ പുറപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി അധികൃതർ അറിയിച്ചു. വൃക്കരോഗിയായ മധ്യവയസ്കൻ സുമനസുകളുടെ സഹായം തേടുന്നു. പടിഞ്ഞാറേക്കുളം സ്വദേശി സാംബശിവനാണ് രോഗം മൂലം ദുരിതത്തിൽ കഴിയുന്നത്. സുമനസുകളുടെ സഹായം കാത്ത് വൃക്കരോഗിയായ സാംബശിവൻ പടിഞ്ഞാറേക്കുളം കോട്ടക്കവല കൂത്തുപള്ളി ഭാഗത്ത് KR സാംബശിവൻ എന്ന 52-കാരനാണ് സ്വജീവൻ നിലനിർത്തുവാനായി സുമനസുകൾക്ക് മുന്നിൽ നിസ്സഹായനാവുന്നത്. ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന സാംബശിവൻ കഴിഞ്ഞ 7 വർഷക്കാലമായി വൃക്ക ചുരുങ്ങുന്ന അസുഖം മൂലം വലയുന്നത്. രോഗവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മൂലം നട്ടം തിരിയുന്ന സാംബശിവന് മകൻ കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന ഏക വരുമാനമാണ് ആശ്രയം. ഭാര്യ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വല്ലപ്പോഴും ജോലിക്ക് പോകുമെങ്കിലും ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയമാകേണ്ടി വരുന്നതിനാൽ അതിന് കഴിയുന്നില്ല. സഹായങ്ങൾ യൂണിയൻ ബാങ്കിൻ്റെ തൊടുപുഴ ശാഖയിലെ 33 80 02 01 00 1597 എന്ന അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. കൂടാതെ 98 47 13 67 21
എന്ന സാംബശിവൻ്റെ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. BBC ന്യൂസ് കോഴിക്കുളം. 2004 ഏപ്രിൽ മാസം 13 എനിക്ക് ആദ്യമായിട്ട് ഈ അസുഖം തുടങ്ങുന്നത്. അത് നെഞ്ചിന് ചെറിയ ബുദ്ധിമുട്ടും. തൊടുപുഴ ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൽ മാർച്ച് 18 വൈകുന്നേരം 5 ബജറ്റിനെ കുറിച്ച് ദീപിക അസോസിയേറ്റ് എഡിറ്റർ TC മാത്യു പ്രഭാഷണം നടത്തും. ഇടുക്കി പാക്കേജിൽ ആദിവാസി മേഖലകളെ ഒഴിവാക്കിയതായി പരാതി. പ്രതിഷേധവുമായി ഐക്യമലയരയ മഹാസഭ രംഗത്തെത്തി. 1200 കോടി രൂപയുടെ ഇടുക്കി കാർഷിക പാക്കേജിൽ നിന്ന് ജില്ലയിലെ ആദിവാസി ഗ്രാമങ്ങളെ ഒഴിവാക്കിയതിനെതിരെ ഐക്യമലയരയ മഹാസഭ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. 50,000-ൽ പരം ആദിവാസികൾ അധിവസിക്കുന്ന ജില്ലയിലെ വെള്ളിയാമറ്റം, അറക്കുളം, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം, ഉപ്പുതറ പഞ്ചായത്തുകളിലെ ആദിവാസി ഗ്രാമങ്ങൾ പാക്കേജിൽ ഉൾപ്പെടുത്താതെ പോയതിനാലാണ് സഭയുടെ പ്രതിഷേധം. ഫണ്ട് അനുവദിക്കുന്നതിൽ രാഷ്ട്രീയ താൽപര്യവും സംഘടിത ശക്തികളുടെ സമ്മർദ്ദതന്ത്രങ്ങളുമാണ് വിജയിച്ചതെന്ന് ഐക്യമലയരയ മഹാസഭാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കുരുതിക്കളം, പൂച്ചപ്ര, കാകാളം, പൂമാല, മേത്തൊട്ടി, മൂലക്കാട് റോഡും നാളിയാനി, തടിയന, മുത്തിയൂരണ്ട റോഡും നാളിയാനി, കോഴിപ്പള്ളി, നാടുകാണി റോഡും ഉൾപ്പെടെ 6 റോഡുകളാണ് പാക്കേജിൽ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അറക്കുളം പഞ്ചായത്തിലെ മൂലമറ്റം, പതിപ്പള്ളി, മേമുട്ടം, വാഗമൺ റോഡും ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ 5 റോഡുകൾക്കും നിർദ്ദേശമുണ്ടായിരുന്നിട്ടും ഒടുവിൽ ഒഴിവാക്കുകയായിരുന്നു. ഇടുക്കി പാക്കേജിൽ നിന്നും ആദിവാസി മേഖലകളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചും ഇടുക്കി പാക്കേജിന്റെ പ്രയോജനം ആദിവാസികൾക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും 31 ഉച്ചകഴിഞ്ഞ് 2 പൂച്ചപ്ര സിറ്റിയിൽ പ്രതിഷേധ സംഗമവും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തും. വാർത്താ സമ്മേളനത്തിൽ സഭാ വൈസ് പ്രസിഡന്റ് CR ദിലീപ് കുമാർ, സെക്രട്ടറി MK നാരായണൻ, വനിതാ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് VE കമലാക്ഷി, സഭാ സംസ്ഥാന കുടിവെള്ളക്ഷാമം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായവുമായി ഇപ്രാവശ്യവും ബിനോയ് രംഗത്ത്. വണ്ടമറ്റം സ്വദേശിയായ മുണ്ടക്കൽ ബിനോയിയാണ് ആവശ്യക്കാർക്ക് വാഹനത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന് വില ഈടാക്കുന്നില്ല. വാഹനത്തിന്റെ ഓട്ടക്കൂലി മാത്രം നൽകിയാൽ മതിയാകും. വണ്ടമറ്റത്തുള്ള ഒരു വ്യാപാരിയാണ് കിണറ്റിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം സൗജന്യമായി നൽകുന്നത്. ജനുവരി മുതൽ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയങ്ങളിൽ വെള്ളം ഇവിടെ കുടിവെള്ള ക്ഷാമം ഭയങ്കര രൂക്ഷമാണ്. കോഴിക്കുളം, കരുവണ്ണൂർ പഞ്ചായത്തുകളിൽ ഉള്ള വീടുകളിൽ ആവശ്യപ്പെടുന്നവർക്ക് സമയാസമയങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ വെള്ളം എത്തിച്ചു കൊടുക്കും. 24 മണിക്കൂർ സർവീസാണ് നമ്മുടെ പരിപാടി. എപ്പോൾ വിളിച്ചാലും വെള്ളം എത്തിച്ചു കൊടുക്കും. അതിന് ആ വണ്ടിക്കൂലി മാത്രം മേടിക്കുള്ളൂ. കൂടുതൽ ലാഭമൊന്നും നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 60-70 കസ്റ്റമർ നിലവിലുണ്ട്. അതുകൊണ്ട് പുതിയ കസ്റ്റമറെ പിടിക്കാന്ന് വെച്ചാൽ ഓടിയെത്താത്ത കാരണം ഇപ്പോൾ വിളിച്ചാലും നമ്മൾ ചിലപ്പം ഇത് ഏത് സമയത്ത് ഓരോ കിണറുകളിൽ എന്തെങ്കിലും കേട് വരുമോ, വലിയ കിണറിൽ പാമ്പ് ചാടുകയോ, എലി ചാടുകയോ, പട്ടി ചാടുകയോ കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ അവർക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം